കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരികയാണ്. മിഥുൻ പിള്ള ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വാർത്ത ആദ്യം വരുന്നത് ഈ ഒരു വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ്. പിന്നാലെ പറയുന്നത് ഇത് റാഗിങ്ങിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ സത്യാവസ്ഥ മറച്ചുവെക്കാൻ ഒരു വലിയ ഗൂഢാലോചന തന്നെ അവിടെ നടന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും കൃത്യമായ നടപടികളൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. അന്വേഷണം പോലും കൃത്യമായ ദിശയിൽ ാണോ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നത്. എന്താണ് ഈ അന്വേഷണത്തിൻ്റെ ഒക്കെ ഒരു നീക്കുപോക്ക്, എന്താണ് അത് സംബന്ധിച്ചൊരു അപ്ഡേഷൻ ഉള്ളത്? വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 കൂടിയാണ് ഇത്തരത്തിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ നിലത്ത് ഈ നിതിൻ രാജിനെ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ പോലും നിതിൻ രാജിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഒരു നിർഭാഗ്യകരമായ കാര്യം. തുടർന്ന് കുട്ടിയുടെ വീട്ടുകാരെ വിവരം അറിയിക്കുകയും പിന്നീടാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. കടുത്ത അധിക്ഷേപം കോളേജിൽ നിതിൻ രാജ് നേരിട്ടിരുന്നു എന്നാണ് കുടുംബം ആരോപിച്ചത്. അതിൽ തന്നെ സഹോദരിയും പിതാവും അടക്കമുള്ള ആളുകൾ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് വലിയ വേട്ടയാടൽ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ, അധിക്ഷേപമൊക്കെ നിതിൻ രാജ് നേരിട്ടിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ 2 അധ്യാപകരെ, ആരോപണ വിധേയരായ 2 അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കാരണം ഈ ഒരു 2 പേരാണ് പ്രധാനമായും നിതിൻ രാജിനെ അധിക്ഷേപിച്ചെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കുടുംബത്തിൻ്റെ പരാതി പരിഗണിച്ചുകൊണ്ട് കോളേജ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമായിരിക്കും ഇതിനൊരു വ്യക്തത വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ പുറത്തു വന്ന ഓഡിയോയിൽ കൃത്യമായി സ്റ്റാഫ് റൂമിൽ വെച്ച് അധ്യാപകർ അധിക്ഷേപിച്ചു എന്ന് നിതിൻ രാജ് പറയുന്നുണ്ട്. പക്ഷേ നിതിൻ രാജ് വളരെ കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ പേടിയൊന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നതെന്നാണ് ഈ ഓഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നിതിൻ രാജിനെ മരിച്ച നിലയിൽ തന്നെയാണ് ചോദ്യങ്ങൾ നിരവധിയാണ്. എങ്ങനെയാണ് ഈ ഒരു മരണത്തിലേക്ക് നിതിൻ രാജിനെ തള്ളിവിട്ടത്, അതിന് പിന്നിലുള്ള കാരണക്കാർ ആരൊക്കെയാണ്, അവരെന്ത് തന്നെയാലും നിയമത്തിന് മുന്നിൽ വന്നേ പറ്റുമോ തന്നെയാണ് നിതിൻ രാജിൻ്റെ കുടുംബവും ആരോപിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. മിഥുൻ പിള്ളയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.